ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സോഷ്യൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മെഡീവൽ ഇന്ത്യ സെൻറ്റേഴ്സ് ഓഫ് പവർ അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് മൻസബ്ദാരി സിസ്റ്റം, ആരാണ് മൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? യെസ്, നമുക്കറിയാം, എന്താ മുഗൾ ഭരണം അല്ലെ. മുഗൾ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാബർ ആയിരുന്നു. ബാബറിന് ശേഷം ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ ചക്രവർത്തി. അക്ബർ കൊണ്ടുവന്ന ഒരു സിസ്റ്റം ആയിരുന്നു മൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, അക്ബർ എന്ത് ചെയ്തു? ദാണ്ടട്ടോ അക്ബർ അദ്ദേഹത്തിന്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്ത്? മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീഴിൽ എന്താണ്? ഹ്യൂജ് ആർമി ഉണ്ടായിരുന്നു. ഓക്കെ, ഹ്യൂജ് ആർമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ഓഫീസർമാരുണ്ടായിരുന്നു. ഒരുപാട് ഓഫീസർമാർ അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നു. ഈ ഓഫീസർമാരുടെ കീഴിൽ എന്താണ്? യെസ്, ഒരു കുറച്ച് നമ്പർ ഓഫ് സോൾജിയേഴ്സ് നിലനിർത്തണമായിരുന്നു. ഓക്കെ, ഈ ഓഫീസർമാരുടെ ഇടയിൽ എന്താണ്? ഉള്ളിലും കുറച്ച് സോൾജിയേഴ്സിനെ നിലനിർത്തണമായിരുന്നു. ആ ഒരു സമ്പ്രദായത്തെയാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, നോക്കിക്കോ, നമുക്കറിയാം അക്ബറാണ് എന്ത്? മൻസബ്ദാരി സിസ്റ്റം ഫോം ചെയ്തത്. ഹി ഫോംഡ് എ ഹ്യൂജ് ആർമി. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മൻസബ്ദാരി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അഡോപ്റ്റഡ് സ്പെഷ്യൽ സിസ്റ്റം മൻസബ്ദാരി സിസ്റ്റം. എവറി ഓഫീസർ വാസ് ലയബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജിയേഴ്സ്. അതായത് അക്ബറിന്റെ കീഴിൽ ഒരുപാട് ഓഫീസർമാരുണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസർമാരുടെ കീഴിൽ എന്താണ്? ഈ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജിയേഴ്സിന് എന്നാ ലയബിൾ നിലനിർത്തണമായിരുന്നു. ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ മൻസബ്ദാരി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സാമിന് നിങ്ങളോട് ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിത് എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് മിസ് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ.